ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ധിഷണയുള്ളവന് ദൃഷ്ടാന്തമുണ്ട്, ബുദ്ധിയുള്ളവന്, വിവേകമുള്ളവന് ദൃഷ്ടാന്തമുണ്ട്. ഒരു രൂപതയില് ഏകീകൃത കുർബാന നടപ്പാക്കാൻ ഭൂരിഭാഗം വൈദികരും മടിച്ചു, എതിർത്തു, വിസമ്മതിച്ചു. ആ രൂപതയിലെ കൈക്കാരന്മാരെ മെത്രാനച്ചൻ വിളിച്ചുകൂട്ടി അവർക്ക് ക്ലാസ് കൊടുത്തു. അവരോട് വ്യക്തമായി പറഞ്ഞു, ഇതാണ് നമ്മുടെ കുർബാന. നിങ്ങളുടെ പള്ളിയിൽ അച്ഛന്മാർ വരുമ്പോൾ സഭയുടെ കുർബാന, ഏകീകൃത കുർബാന, നമ്മൾ സിനഡ് കുർബാന എന്ന് പറയുന്ന സാധുവും നിയമാനുസൃതമായ കുർബാന മാത്രമേ ചൊല്ലിക്കാവൂ, അത് ചൊല്ലാനേ അനുവദിക്കാവൂ. അങ്ങനെ മെത്രാനച്ചൻ കൈക്കാരന്മാർക്കെല്ലാം നല്ല ക്ലാസ്, സ്റ്റഡി ക്ലാസ് കൊടുത്തു വിട്ടു. ഒരു പള്ളിയിലേക്ക് ഒരച്ഛൻ മാറി വന്നു. അതിനു മുമ്പ് മാറിപ്പോയ അച്ഛൻ ഏകീകൃത കുർബാന വളരെ മനോഹരമായി, യാതൊരു കൂട്ടിച്ചേർക്കലുകളുമില്ലാതെ, അനാവശ്യ സമയത്തെ പാട്ടുകളോ ലിറ്റർജികൾ അനുവദിക്കാത്ത പാട്ടുകളോ ഇല്ലാതെ വളരെ മനോഹരമായി ചൊല്ലിയിരുന്നു. പുതിയ അച്ഛൻ വന്ന് ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രചരിപ്പിച്ചു താൻ ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന്. തൂങ്ങിച്ചാകേണ്ടി വന്നാലും അവിടെ ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. അങ്ങനെ ആ അച്ഛൻ മാറി വന്നു. സാധാരണ നമ്മുടെ പള്ളിയിൽ പതിവ് പോലെ കൈക്കാരന്മാരും കുറച്ച് ആളുകളും ചേർന്ന് സ്വീകരിച്ചു. പള്ളിക്കകത്തേക്ക് കയറി സക്രാരുടെ മുമ്പിൽ, ആൾക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കൈക്കാരന്മാരിൽ ഒരാള് ബൊക്കെ കൊടുത്ത് അച്ഛനെ സ്വീകരിച്ചു. സ്വീകരിച്ചു കഴിഞ്ഞിട്ട് സ്വാഗതം പറയുന്ന നേരത്ത് ഈ കൈക്കാരൻ പറഞ്ഞു, അച്ഛനെ ഇവിടെ വികാരിയായി നിയമിച്ച അതേ മെത്രാനാണ് എന്നെ ഇവിടെ കൈക്കാരനായി നിയമിച്ചത്. അച്ഛനെ ഇവിടെ വികാരിയായി നിയമിച്ച അതേ മെത്രാനാണ് എന്നെ കൈക്കാരനായി നിയമിച്ചത്. അതുകൊണ്ട് ഈ പള്ളിയിൽ അച്ഛൻ ഏകീകൃത കുർബാന ചൊല്ലണം. മെത്രാനത്തിന് എന്നെ കൈക്കാരനായി നിയമിച്ചത് കൊണ്ടാണ് ഞാൻ ബൊക്കെ നൽകിയത്. അല്ലെങ്കിൽ മറ്റാരെങ്കിലാണ് ബൊക്കെ നൽകി അച്ഛനെ സ്വീകരിക്കുമായിരുന്നേ. അപ്പൊ എന്നെ നിയമിച്ചത് മെത്രാനാണ്, അതുകൊണ്ടാണ് ഞാൻ അച്ഛന് ബൊക്കെ നൽകിയത്. അപ്പോ എന്നെ നിയമിച്ച അതേ മെത്രാനാണ് അച്ഛനെ നിയമിച്ചതെങ്കിൽ ആ മെത്രാനച്ച് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ പള്ളിയിൽ ഏകീകൃത കുർബാന മാത്രമേ ചൊല്ലാവൂ എന്നാണ്, ചൊല്ലിക്കാവൂ എന്നാണ്. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ചൊല്ലണം. അങ്ങനെ അതല്ല, അച്ഛന് മറിച്ചൊരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് മെത്രാന്റെ അടുത്ത് പോകാം. അച്ഛൻ ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങൾ അച്ഛന്റെ കൂടെ വരാം. മെത്രാനത്ത് ഞങ്ങൾ മറിച്ച് പറയാണ്, അച്ഛന് തോന്നിയാസം പോലെ ചെയ്യാൻ അനുവാദം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അച്ഛന്റെ യുക്തം പോലെ ചെയ്തോ, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ അത് ഞങ്ങളോട് മെത്രാനച്ച് നേരിട്ട് പറയണം അച്ഛന്റെ സാന്നിധ്യത്തിൽ. അങ്ങനെ അച്ഛൻ മനസ്സെല്ലാ മനസ്സോടെ ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങി. പക്ഷേ പലപ്പോഴും തോന്നിയാസങ്ങളായിരുന്നു. പലപ്പോഴും തിരുവസ്ത്രങ്ങളെല്ലാം അണിഞ്ഞില്ല. ചിലപ്പോൾ കാപ്പ മാത്രം ഇട്ടു, ലോഹയുടെ മേലെ കാപ്പ മാത്രം, ചിലപ്പോൾ ഊറാറ മാത്രം, ചിലപ്പോൾ കൊത്തീനയില്ല, ചിലപ്പോൾ കൊത്തീന മാത്രം. അങ്ങനെ ഓരോ ദിവസവും തോന്നിയാസം പോലെ. ഈ മെത്രാനോടുള്ള വിരോധവും മെത്രാൻ സിനഡിനോടുള്ള വിരോധവും ഈ അച്ഛൻ കർത്താവിനോടും കർത്താവിന്റെ കുർബാനയോടും ജനങ്ങളോടും തീർത്തുകൊണ്ടിരുന്നു. മനുഷ്യര് സഹികെട്ടു. കാരണം ഓരോ ദിവസവും ഓരോ തോന്നിയാസ കുർബാന. ചില പാട്ടുകളില്ല, ചില പ്രാർത്ഥനകളില്ല, ചിലതെല്ലാം വലിച്ചു നീട്ടി, ചിലപ്പം ഇങ്ങനെ പാട്ടുകളാണെങ്കിലും വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അങ്ങനെ ഒരു വല്ലാത്ത ഈ തിരുക്കർമ്മത്തോടുള്ള യാതൊരു ബഹുമാനവും ഇല്ലാതെ ചെയ്യുന്ന ജനങ്ങള് സഹികെട്ടു. അങ്ങനെ ഒരു ദിവസം കുർബാനയെല്ലാം കഴിഞ്ഞ് അച്ഛൻ സങ്കീർത്തിലേക്ക് പോയപ്പോ ആളുകൾ കുറെ പേര് അങ്ങ് അകത്തേക്ക് ചെന്നു, സങ്കീർത്തിലേക്ക് ചെന്നു. അച്ഛനോട് ചോദിച്ചു, ഈ തിരുക്കർമ്മങ്ങൾക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ തിരുവസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് ഏതെല്ലാം തിരുക്കർമ്മങ്ങൾ അച്ഛന്മാർ ചെയ്യേണ്ടത് കാണിച്ചു തരാൻ പറഞ്ഞു. ഇത്ര ആളുകളെല്ലാം വട്ടം കൂടി നിന്ന് കഴിഞ്ഞപ്പം അച്ഛന് നിവൃത്തിയില്ല. അങ്ങനെ അച്ഛൻ എല്ലാ തിരുവസ്ത്രങ്ങളും ഇതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, ഇനി കുർബാന ചൊല്ലുമ്പോൾ ആവശ്യത്തിന് വേണ്ട തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ചൊല്ലിയാൽ മതി. ആവശ്യത്തിന് ഇല്ലേ, നമ്മുടെ തിരുവസ്ത്രങ്ങൾ, നമ്മുടെ സഭയുടെ ഇതനുസരിച്ചുള്ള തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അച്ഛൻ ചൊല്ലിയാൽ മതി. ഞങ്ങളിൽ ആരെങ്കിലും ഒരു അല്പം മോശം വസ്ത്രം ധരിച്ചു വന്നാൽ അച്ഛൻ ഞങ്ങളെ വിമർശിക്കാറില്ലേ? ഇല്ലേ? മോഡറേറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ വേണം, മോഡസ്റ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ വേണം എന്ന് പറയാറില്ലേ? അത് അച്ഛന്റെ കാര്യത്തിൽ വാസ്തവമാണ്. അച്ഛൻ തിരുക്കർമ്മങ്ങൾക്ക് വരുമ്പോൾ അതിന് ചേർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് വേണം വരാനായിട്ട്. തോന്നിയ പോലെ ചെയ്യാൻ പാടില്ല. അവിടെയും അച്ഛൻ നിവൃത്തിയില്ലാണ്ട് വന്നു. ഒരു ദിവസം ഈ
കർത്താവിനോട് ദേഷ്യം, സഭയോട് ദേഷ്യം, മെത്രാൻ സിനഡിനോട് ദേഷ്യം, മെത്രാനോട് ദേഷ്യം, ജനങ്ങളോട് ദേഷ്യം, എല്ലാം കൂടി അച്ഛൻ ആ കലി മുഴുവൻ തീർത്ത ഒരു പ്രസംഗത്തിലാണ്. പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു, ദൈവത്തിന് പണം ആവശ്യമില്ല, പള്ളിക്കും പണം ആവശ്യമില്ല, അതിനാരും പള്ളിക്ക് പണം കൊടുക്കേണ്ടതില്ല. ദൈവത്തിന് പണം വേണ്ട, പള്ളിക്ക് പണം വേണ്ട, നിങ്ങൾ ആരും പണം കൊടുക്കേണ്ടതില്ല. കുറച്ചു പേർക്കല്ല വലിയ ഇഷ്ടമായി അച്ഛന്റെ പ്രസംഗം. പണം കൊടുക്കണ്ട, പിരിവ് കൊടുക്കണ്ട. അപ്പോൾ വളരെ ഗംഭീരം, നല്ല അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പോയി. ആ മാസത്തിന്റെ അവസാനമായപ്പോൾ കൈക്കാരൻ വികാരിച്ചിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, അച്ചോ ഞാൻ കറണ്ട് ബില്ല് അടച്ചു, ഫോൺ ബില്ല് അടച്ചു, പിന്നെ കടയിലെ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു, നമ്മൾ പഴവും മറ്റു സംഗതികളൊക്കെ വാങ്ങിച്ചതിന്റെ അതിന്റെ പണം കൊടുത്തു, കപ്പിയാർക്ക് ശമ്പളം കൊടുത്തു. അച്ഛന് തരാനുള്ള അലവൻസ്, മന്ത്ലി അലവൻസ് തരാൻ പൈസയില്ല. അച്ഛന് ശമ്പളം തരാൻ നിർവാഹമില്ല. പണം വേണ്ടതാണല്ലോ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് ആളുകൾ പണം തന്നിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ കൊടുത്തു കഴിഞ്ഞു, അതൊക്കെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കപ്പിയാർക്ക് ജീവിക്കണ്ടേ, കുടുംബമുള്ളതാണ്, കടക്കാരന് ജീവിക്കണ്ടേ, ഫോൺ ബില്ലും കറണ്ട് ബില്ലും അടയ്ക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛന് തരാൻ പൈസയില്ല. അതുകൊണ്ട് നിവൃത്തിയില്ല. പിന്നെ അച്ഛൻ പണം വേണ്ടെന്ന് പറഞ്ഞല്ലോ, പള്ളിക്ക് പണം വേണ്ട, ദൈവത്തിന് പണം വേണ്ട. അച്ഛനാകെ വള്ളിക്കെട്ടിലായി. പിന്നത്തെ മാസം പകുതിയായപ്പോ കൈക്കാരൻ കഴിഞ്ഞ മാസത്തെ തലേ മാസത്തെ ശമ്പളത്തിന്റെ പകുതി വികാരിച്ചിന് കൊടുത്തു. പകുതി. അപ്പൊ വികാരിച്ചിന് കാര്യം മനസ്സിലായി. ദൈവത്തിനും പണം വേണം, പള്ളിക്കും പണം വേണം, വികാരിക്കും പണം വേണം, കപ്പ്യാർക്കും പണം വേണം, എല്ലാവർക്കും പണം വേണം. പണമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിന് എന്താണ് പണം എന്ന് വേണം ചോദിക്കാം. ദൈവത്തിനും പണം വേണ്ടേ? ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞിട്ട് ഈ അപ്പത്തിലേക്ക് അവന് വരണ്ടേ, വീഞ്ഞിലേക്ക് അവന് വരണ്ടേ, പരിശുദ്ധനെ അയക്കണ്ടേ, അവന്റെ വചനത്തിന് ജീവൻ വെക്കണ്ടേ, ആ അപ്പമുണ്ടാക്കാൻ പൈസ വേണ്ടേ, ആ വീഞ്ഞുണ്ടാക്കാൻ പൈസ വേണ്ടേ? അപ്പൊ ദൈവത്തിന് കുർബാനയാകണമെങ്കിലും പൈസ വേണം, ദൈവത്തിന് പണം വേണം. കുർബാനയാകണമെങ്കിൽ ഈ അപ്പം അവന്റെ ശരീരമായി മാറണമെങ്കിൽ പണം വേണം. ഈ അപ്പം ഉണ്ടാക്കണ്ടേ? ഈ വീഞ്ഞ് അവന്റെ രക്തമായി മാറണമെങ്കിൽ പണം വേണം. ഈ വീഞ്ഞുണ്ടാക്കണ്ടേ? അപ്പോ ദൈവത്തിനും പണം വേണം. ദൈവത്തിന് പണം വേണ്ടെന്ന് ആരാ പറയണേ? അങ്ങനെ പറഞ്ഞ് ശരിയാകില്ല. ഇതോടുകൂടെ അച്ഛനൊരു കാര്യം മനസ്സിലായി. പിന്നെ ദൈവജനവുമായിട്ട് പോരടിക്കാനായിട്ട് അച്ഛൻ നിന്നില്ല. സാവകാശം അച്ഛൻ കുർബാനയെല്ലാം മര്യാദയ്ക്ക് ചൊല്ലാൻ തുടങ്ങി. ഇത് കേൾക്കുന്നവരില് വിവേകമുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ധിഷണയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ഓരോ ഇടവകയിലും ചെയ്യേണ്ടത് എന്നതിനുള്ള മാതൃകയുണ്ട്. അതാണ് ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞത്. വികാരിയച്ഛന്മാർക്കും ദൃഷ്ടാന്തമുണ്ട്. കർത്താവിനോടും കർത്താവിന്റെ കുർബാനയോടും സഭയോടും ഒന്നും വൈരാഗ്യം തീർക്കുന്നത് ശരിയല്ല. തിരുക്കർമ്മങ്ങളോട് ബഹുമാനമില്ലാതെ ആദരവില്ലാതെ പെരുമാറുന്നത് ശരിയല്ല. ഇനി ആ മെത്രാനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ദൈവജനത്തിലൂടെ കൈക്കാരന്മാരെന്ന ദൈവജനത്തിലൂടെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ മെത്രാൻസം കണ്ട വഴിയാണ്. അച്ഛന്മാരിൽ പലരും അനുസരിക്കുന്നില്ല. പോലീസും പട്ടാളൊന്നും മെത്രാന്റെ കയ്യിലില്ലല്ലോ അനുസരിപ്പിക്കാൻ. അപ്പൊ മെത്രാൻസ് കണ്ട വഴി എന്നാണ്? ദൈവജനത്തെ പ്രബുദ്ധരാക്കുക. അതിന് ഏറ്റവും പറ്റിയ ഒരു മാർഗമായിരുന്നു കൈക്കാരന്മാരെ പ്രബുദ്ധരാക്കുക. കൈക്കാരന്മാരെ മെത്രാന്റെ ഒപ്പം ഉറച്ചു നിന്നു. അതോടെ ഈ മെത്രാൻ ഉറച്ചു നിന്നപ്പോ കൈക്കാരന്മാർ ഉറച്ചു നിന്നു. വികാരിച്ചുമാരെല്ലാവരും വഴിക്ക് വന്നു. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയില് അതിന്റെ ചാർജുള്ള മെത്രാന്മാരിതൊന്ന് പരീക്ഷിച്ചു നോക്കി. ഉറച്ചു നിന്ന് നോക്കൂ. ജനം കൂടെയുണ്ട്. ഇപ്പൊ ജനം വരാത്തതിന്റെ കാരണം മെത്രാന്മാർ അതിന്റെ നേതൃത്വം എടുക്കാത്തത് കൊണ്ടാണ്. അതിന്റെ ബന്ധപ്പെട്ട ഒരു നേതൃത്വം എടുത്തു നോക്കുക. എന്നിട്ട് കൈക്കാരന്മാരെയോ ബന്ധപ്പെട്ട ഭാരവാഹികളൊക്കെ വിളിച്ചിട്ട് ഇതാണ് ഇവിടുത്തെ കുർബാന, ഈ കുർബാന നിങ്ങളുടെ പള്ളിയിൽ ചൊല്ലിയാൽ മതി എന്ന് വികാരിച്ചിട്ട് പറയണം എന്നൊന്ന് പറഞ്ഞ് ഈ മെത്രാനിസം ചെയ്ത പോലെ ചെയ്തു നോക്കൂ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് ശരിക്കും ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ആ പള്ളി ഏതാന്ന് എനിക്കറിയാം, അപ്പൊ നിങ്ങൾക്കറിയാം മെത്രാൻ ഏതാണെന്നറിയാം. അപ്പൊ ഈ മെത്രാൻ ഇതൊക്കെ സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരു മെത്രാൻ തന്നെയാണ്. അപ്പൊ ഇതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചെയ്തു നോക്കിയേ. മെത്രാനച്ചനാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ 95% ആളുകളും കൂടെ നിൽക്കും സഭയുടെ കൂടെ. ഇപ്പൊ ഇല്ലാത്തതിന്റെ കാരണം നേതൃത്വം കൊടുക്കാനായിട്ട് നേതൃത്വത്തിലുള്ളവർ ഇല്ലാത്തത് കൊണ്ടാണ്. ധിഷണയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചുരുക്കത്തില് ഇപ്പൊ മംഗളവാർത്ത കാലം അല്ലേ, നമ്മൾ സാധാരണ മംഗളവാർത്ത കാലത്തിലാണ് ഈ ഏകീകൃത കുർബാന നടപ്പാക്കി തുടങ്ങിയതൊക്കെ 2021. ഇപ്പൊ എത്രയോ 2025 മംഗളവാർത്ത കാലായി. നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഇത് നടപ്പാക്കണമെങ്കിൽ എത്രയോ നല്ലൊരു മാതൃകയാണ് ഈ മെത്രാനിച്ച് നമുക്ക് കാണിച്ചു തന്നത്. എത്രയോ നല്ല മാതൃക കൈകാര്യം ചെയ്തത്. പിന്നെ ആ അച്ഛനെ ഞാൻ അഭിനന്ദിക്കുകയാണ്.
നിവൃത്തികേട് കൊണ്ടാണെങ്കിലും അച്ഛന് കാര്യം മനസ്സിലായി. സഭയോടൊത്ത് ചേർന്ന് പോകണമെന്ന് തിരിയാനുള്ളൊരു മനസ്സ് കാണിച്ചു. അപ്പൊ ഇതെല്ലാവർക്കും ഒരു ദൃഷ്ടാന്തമാണ്. ഇത് ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് മാതൃകകൾ സ്വീകരിച്ച് വേണ്ട വിധത്തിൽ വേണ്ട രീതിയിൽ അതിന്റെ ഡെക്കറെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മംഗളവാർത്തക്കാലം 3-ാം ഞായർ. യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങൾ. ആശ്വസിപ്പിക്കുവിൻ, അതെ, എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ എന്ന് നിങ്ങളോട് ദൈവം അരുളി ചെയ്യുന്നു. യെരൂസലമിനോട് അരുമയോടെ സംസാരിക്കുവിൻ. അവളുടെ ശിക്ഷാകാലം കഴിഞ്ഞിരിക്കുന്നെന്നും അവളുടെ അകൃത്യം മോചിപ്പിക്കപ്പെട്ടെന്നും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരമായി യാഹ്വേയുടെ കയ്യിൽ നിന്ന് ഇരട്ടി ശിക്ഷ സ്വീകരിച്ചെന്നും അവളോട് ഉദ്ഘോഷിക്കുവിൻ. ഒരു സ്വരം വിളിച്ചു പറയുന്നു, മരുഭൂമിയിൽ യാഹ്വേയ്ക്ക് വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികത്തപ്പെടും, എല്ലാ മലയും കുന്നും താഴ്ത്തപ്പെടും. വളഞ്ഞത് നേരെ ചൊവ്വയാകും, ദുർഘടങ്ങൾ നിരപ്പാകും. യാഹ്വേയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒന്നിച്ച് അത് കാണും. യാഹ്വേയുടെ തിരുവായി ആണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. വിളിച്ചു പറയൂ. ആ സ്വരം പറഞ്ഞു. എന്താണ് വിളിച്ചു പറയേണ്ടത്? ഞാൻ ആരാഞ്ഞു. സകല ജഡവും പുല്ലുപോലെ, അതിന് സൗന്ദര്യം വയലിലെ പൂ പോലെ. യാഹ്വേയുടെ ശ്വാസം ഏൽക്കുമ്പോൾ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതെ, മനുഷ്യൻ തൃണം തന്നെ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. സദ്വാർത്തയുടെ ദൂതുമായി വരുന്ന സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സദ്വാർത്തയുടെ ദൂതുമായി വരുന്ന ജെറൂസലേമേ, നീ ശക്തിയോടെ സ്വരമുയർത്തുക, നിർഭയം സ്വരമുയർത്തുക. യഹൂദ നഗരങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ യാഹ്വേ, ഇതേ യാഹ്വേയായ കർത്താവ് അതിശക്തനായി വരുന്നു. അവിടുത്തെ ഭുജം അവിടത്തേക്ക് വേണ്ടി ഭരണം നടത്തുന്നു. ഇതാ വേതനം അവിടുത്തെ പക്കലും പ്രതിഫലം അവിടുത്തെ കയ്യിലുമുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തന്റെ ആട്ടിൻകുട്ടത്തെ മേയിക്കുന്നു. കുഞ്ഞാടുകളെ കയ്യിലെടുത്ത് മാറോടണച്ച് തള്ളകളെ പതുക്കെ നടത്തുന്നു. വളരെ മനോഹരമായ ഒരു തിരുവചന ഭാഗമാണിത്. ഇതില് ഈ ഓരോ വചനത്തിനും അനേകം പൊരുളുകളും അടരുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിനെ കുറിച്ചാണ് പറയുന്നത്, ആശ്വസിപ്പിക്കുവിൻ എന്ന വാക്കിനെ കുറിച്ച് മാത്രം. ഈ തിരുവചന പാഠത്ത്, ഇപ്പൊ നമ്മൾ കേട്ട ഈ തിരുവചന പാഠത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളുണ്ടെന്ന് പറയാം. ദൈവത്തിന്റെ സൂനകദോസും പ്രവാചകന്റെ നിയമനവുമാണ് ഒന്നാമത്തത്. 1-2 വാക്യം, 40-ാമത്തെ അധ്യായം, യെശയ്യായുടെ പുസ്തകം 40-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങളിൽ. പുതിയ പുറപ്പാടിനെ കുറിച്ചുള്ള വചനമാണ് 3 മുതൽ 8 വരെ. പിന്നെ ബാബിലോണിൽ നിന്ന് യെരൂസലേമിലേക്കുള്ള വിശുദ്ധ യാത്രയ്ക്ക് ഇടയനായി വരുന്ന യാഹ്വേ നേതൃത്വം നൽകുമെന്നാണ്. സിയോനിൽ നിന്ന് സദ്വാന പുറപ്പെടുമെന്നാണ്. അതാണ് 9 മുതൽ 11 വരെ വാക്യങ്ങൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യങ്ങളിലുള്ളത്. ഈ രാജാവിന്റെ പ്രൗഢ ഗാംഭീര്യത്തോട് അവന്റെ തീരാകാരണ്യം കൂട്ടിച്ചേർത്ത നിലയിൽ ഒരു ചിട്ടപ്പെടുത്തിയ ഒരു കവിതയാണിത്. കവിതാ രൂപത്തിലാണ് ഈ പ്രവചനം നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോ ഇതിനകത്ത് ഈ ദൈവത്തിന്റെ സൂനകദോസും പ്രവാചകന്റെ നിയമനവും എന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ ദൈവത്തിന്റെ സൂനകദോസ് പ്രവാചകന്റെ നിയമനം എന്ന് നമ്മൾ പറഞ്ഞത്? ഈ ആശ്വസിപ്പിക്കുവിൻ എന്ന വാക്ക്, ആശ്വസിപ്പിക്കുവിൻ, സമാശ്വസിപ്പിക്കുവിൻ, ഹീബ്രുവിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അത് ബഹുവചനത്തിലാണ്. അപ്പോൾ നിങ്ങൾ ആശ്വസിപ്പിക്കുവിൻ, നിങ്ങൾ സമാശ്വസിപ്പിക്കുവിൻ എന്നാണ്. നിങ്ങൾ ആശ്വസിപ്പിക്കുവിൻ, നിങ്ങൾ സമാശ്വസിപ്പിക്കുവിൻ, നിങ്ങൾ ബഹുവചനത്തിലാണ്. അപ്പൊ ഇത് ആരോടാണ് സംസാരിക്കുന്നത്? ആരോടാണ് സംസാരിക്കുന്നത്? 3 തരത്തിൽ ഗ്രഹിക്കാമെന്നാണ് വേദശാസ്ത്രങ്ങളുടെ അഭിപ്രായം. ഒന്ന്, സ്വർഗത്തിലൊരു സമിതിയുണ്ട്. അങ്ങനെ പഴയ നിയമത്തിൽ പലയിടത്തും സൂചനയുണ്ട്. ഒരു സൂനകദോസ് അല്ലെ, സ്വർഗത്തിലൊരു സൂനകദോസ്. ഉൽപ്പത്തി 1:26 ദൈവം പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. നമുക്ക് നമ്മുടെ ഛായ, നമുക്ക് എന്നാണ് ദൈവം പറയണേ, നമുക്ക് നമ്മുടെ ഛായയില്. അപ്പൊ ആ സൂനകദോസനുണ്ട്. സ്വർഗത്തിലെ സൂനകദോസനോടാണ് ഈ ചർച്ച നടത്തുന്നത് എന്നാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത്. സങ്കീർത്തനം 6:82-1 അവിടെയൊക്കെ ഈ സൂചനയുണ്ട്. ഇതിനെയാണ് ഈ ഡിവൈൻ കൗൺസിൽ, ദൈവിക സൂനകദോസ്, ദൈവിക സമിതി എന്നൊക്കെ വിളിക്കുന്നത്. ആ ഭരണസമിതിയെ അഭിസംബോധന ചെയ്താണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ ആശ്വസിപ്പിക്കുവിൻ. ഈ ദൈവിക സൂനകദോസിന് പറയാണ്, നിങ്ങൾ ആശ്വസിപ്പിക്കുവിൻ, നിങ്ങൾ സമാശ്വസിപ്പിക്കുവിൻ. അങ്ങനെ അതിലെ അംഗങ്ങള്, ഈ സമിതിയിലെ അംഗങ്ങള് ദൈവം പറയുന്നത് കേൾക്കുകയും
ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് അംഗീകാരം കൊടുക്കുകയും ചെയ്യാണ്. ചിലപ്പോൾ മാലാഖമാരെയും ഈ ഇതിലേക്ക് ക്ഷണിച്ചിരുന്നു, ഈ സൂനകദോസിലേക്ക് ക്ഷണിച്ചിരുന്നു. അതിനാൽ മാലാഖമാരുടെ സമിതിയായിട്ടും ഇത് അറിയപ്പെട്ടിരുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ അങ്ങനെ കാണാം മാലാഖമാരും ആ സമിതിയിൽ പങ്കെടുക്കാനായിട്ട് ചെല്ലുന്നത്. ഇതാണ് ഒന്നാമത്തെ ഒരു വ്യാഖ്യാനം. ദൈവത്തിന്റെ കൗൺസിൽ, ഡിവൈൻ കൗൺസിൽ അല്ലെങ്കിൽ ഡിവൈൻ സിനഡ്, ദൈവത്തിന്റെ സൂനകദോസ്, അതിനെ മാലാഖമാരുടെ സമിതി എന്നും വിളിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, ഇത് പ്രവാചക സംഘങ്ങളോടാണ് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ സൂനകദോസിൽ നിൽക്കുന്നവരാണ് പ്രവാചകന്മാർ എന്നാണ് ആമോസിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയണേ. യെരമിയായുടെ പുസ്തകത്തിനകത്ത് ഇത് ആവർത്തിക്കുന്നുണ്ട്. ഈ ദൈവത്തിന്റെ സൂനകദോസിൽ നിൽക്കുന്നവരാണ് പ്രവാചകന്മാര്, അല്ലേ? ഹൂ ഹാസ് സ്റ്റുഡ് ഇൻ ദ കൗൺസിൽ ഓഫ് ഗോഡ് അതാണ് ആമോസ് ചോദിക്കണേ. ദൈവത്തിന്റെ സൂനകദോസിൽ നിന്നവൻ ആര്? അവനാണ് പ്രവാചകൻ. അപ്പൊ ദൈവം പറയുന്നത് കേൾക്കുന്നവനാണ് പ്രവാചകൻ. അവരെ ഉൾക്കൊള്ളാൻ ഈ പ്രവാചകന്മാരെ മുഴുവൻ കല്ലെറിഞ്ഞ് കൊല്ലാനുണ്ടായ കാരണം ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ദൈവം എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അവന്റെ സൂനകദോസിൽ നിന്ന് കേട്ടവനാണ് ഈ പ്രവാചകൻ. ആ പ്രവാചകൻ അറിയാം ഇപ്പൊ കാണുന്നതല്ല നടക്കാൻ പോകുന്നത്, വേറെന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പൊ യെശയ്യാ ഇത് പറഞ്ഞിട്ട് സംഭവിക്കുന്നത് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ്. കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് യെശയ്യാ പറഞ്ഞത് BC 733 അത് സംഭവിച്ചതോ BC 3 കണ്ടോ? 730 വർഷം കഴിഞ്ഞിട്ടാ സംഭവിച്ചേ. എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കാമോ, എന്റെ മകളുടെ കല്യാണം നടക്കാമോ, അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ ദർശനങ്ങളും വെളിപാടുകളും അതല്ല ബൈബിളിന്റെ വീക്ഷണം. അത് ദീർഘദർശികൾ എന്ന് പറഞ്ഞിട്ട് എന്റെ കഴുത എവിടെ കാണാണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് സാവോൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അത് ദീർഘദർശികളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് വിജാതിയുടെ ഇടയിലുള്ള ഒരു കണിയാന്മാരുടെയൊക്കെ രീതി. ആ രീതി മാറി പ്രവാചകന്മാരുടെ രീതി വന്നു ഇസ്രായേലില്. അപ്പോൾ പ്രവാചകന്മാരുടെ രീതി വെച്ച വ്യത്യാസമുണ്ട്. ദൈവത്തിന്റെ സൂനകദോസിൽ നിൽക്കുന്നവനാണ് പ്രവാചകൻ. അപ്പൊ ആ പ്രവാചക സംഘത്തോടാണ് പറയണേന്നാണ്. അപ്പോ ആ പ്രവാചക സംഘത്തിൽ ഇപ്പോ യെശയ്യാ ഉണ്ട്. അതുകൊണ്ടാണ് വിളിച്ചു പറയുമ്പോൾ എന്താണ് വിളിച്ചു പറയേണ്ടത് യെശയ്യാ ചോദിക്കുന്നത്. ആ പ്രവാചക സംഘത്തിൽ യെശയ്യാ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ സൂനകദോസിൽ നിൽക്കുന്നവരാണ് പ്രവാചകന്മാര്. അവർക്കറിയാം ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇത് സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായതുകൊണ്ടാണ് ദൈവം ചെയ്യാൻ പോകുന്ന ഇന്നതാന്ന് പറയുമ്പോൾ സാധാരണക്കാര് പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നേ. പക്ഷെ പ്രവാചകനെ മാറ്റി പറയാൻ പറ്റില്ല. കാരണം ദൈവം പറഞ്ഞതും ദൈവം ചെയ്യുന്നതും ഒക്കെ അവൻ കണ്ടു കഴിഞ്ഞു. സ്വർഗത്തിൽ സൂനകദോസിൽ കണ്ടു കഴിഞ്ഞു. പിന്നെ അങ്ങനെ അവൻ മാറ്റി പറയാൻ പറ്റും? അവനെ കൊന്നാലും മാറ്റി പറയാൻ പറ്റില്ല. അങ്ങനെ നിൽക്കാത്തവരാണ് ഈ കള്ളപ്രവാചകന്മാര്. ദൈവത്തിന്റെ സൂനകദോസിൽ നിൽക്കാത്തവരാണ് കള്ളപ്രവാചകന്മാര്. അപ്പോൾ ഈ പ്രവാചക സംഘത്തോടാണ് നിങ്ങൾ ആശ്വസിപ്പിക്കുവിൻ, സമാശ്വസിപ്പിക്കുവിൻ, എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കും എന്ന് പറയുന്നത് രണ്ടാമത്തെ വ്യാഖ്യാനം. മൂന്നാമത്തത്, ഈ പഴയ നിയമത്തിന്റെ വീക്ഷണത്തിലും സങ്കീർത്തനം 110:1-4 കർത്താവ് എന്റെ കർത്താവിനോട് പറഞ്ഞു, നീ എന്റെ വലത്തുവശത്തിരിക്കുക, നീ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനാണ്. കർത്താവ്, ദൈവമായ കർത്താവ് എന്റെ കർത്താവ് പുത്രൻ തമ്പുരാനോട് പറഞ്ഞു. അങ്ങനെ അർത്ഥമുണ്ട് അതിന്. അങ്ങനെ കർത്താവ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ദാവീദിന്റെ പുത്രനാകുന്ന എങ്ങനെയാണ്? അവനെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 42 മുതൽ 46 വരെ വാക്യങ്ങൾ. അപ്പോൾ പഴയ നിയമത്തിന്റെ വെളിച്ചത്തിലും സങ്കീർത്തനം 110:1-4 വരെ, പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങളിലേക്ക് അല്ല, ബഹുവചനമല്ല, ഏകവചനാണ്. നാമത്തിലേക്ക് 3 ആളുകളുണ്ട്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, പക്ഷെ ഒരു നാമേ ഉള്ളൂ. അപ്പൊ ഏകസത്യ ദൈവം ഒരൊറ്റ ദൈവമാണ്. ഏകസത്യ ദൈവം 3 ആളുകളാണ്, ഒരു ദൈവമാണ്. ഏകസത്യ ദൈവം ഒരു ദൈവമാണ്, പക്ഷെ 3 ആളുകളാണ്. അപ്പൊ ഇതിന്റെ വെളിച്ചത്തില് ഈ മത്തായി 28:19, പഴയ നിയമത്തിന്റെ വെളിച്ചത്തിൽ സങ്കീർത്തനം 110:1-4 വരെ, ഇതിന്റെ വെളിച്ചത്തിൽ ഈ സൂനകദോസ് എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വമാണ്. ദൈവത്തിന്റെ സൂനകദോസ് എന്ന് പറയുന്നത് പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അപ്പൊ ഈ പരിശുദ്ധ തൃത്വത്തിനുള്ളിലാണ് ഈ സംഭാഷണം നടക്കുന്നത്. പിതാവ് പുത്രനോടും പരിശുദ്ധാത്മാവിനോടും പറയുകയാണ്, എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ, നിങ്ങൾ എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ഗാംഭീര്യം അതിനോട് ദൈവത്തിന്റെ തീരാക്കാരനെ എടുത്തു വെച്ചിരിക്കുക. ദൈവം ഗംഭീരമാണ്, പരിശുദ്ധനായതുകൊണ്ട് ആ ഗാംഭീര്യത്തോട് അവന്റെ തീരാക്കാരനും എടുത്തു വെച്ചിരിക്കുക. പ്രവാസത്തിലെ ഏതാനും ദശകങ്ങൾ ജീവിച്ചു കഴിഞ്ഞ ആ തന്റെ ജനത്തെ ദൈവം ആശ്വസിപ്പിക്കുകയാണ്. ഇതേക്കുറിച്ച് മോശ പറഞ്ഞിട്ടുണ്ട്.
ദൈവം തന്റെ ജനത്തെ നാണം കെടുത്തുകയും ത്രാണിയില്ലാത്തവർക്ക് മാറ്റുകയും ചെയ്തതിന് ശേഷം അവരുടെ മേൽ കരുണ കാണിക്കുമെന്നാണ് നിയമാവർത്തന പുസ്തകം 32-36 മോശെ പറഞ്ഞത്. ദൈവം തന്റെ ജനത്തെ നാണം കെടുത്തുകയും ത്രാണിയില്ലാത്തവർക്ക് മാറ്റുകയും ചെയ്തതിന് ശേഷം അവരുടെ മേൽ കരുണ കാണിക്കും. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണിത്. കത്തോലിക്ക സഭയുടെ മതബോധനം 754. ഈ മംഗളവാർത്ത കാലത്തില് നമുക്കിത് നന്നായിട്ട് മനസ്സിലാക്കും. പ്രത്യേകിച്ചും സീറോ മലബാർ സഭയില് നമ്മളെ നാണം കെടുത്തി കഴിഞ്ഞു ഇല്ലേ? എറണാകുളത്തെ വിമത വൈദികരും ആത്മായ മുന്നേറ്റക്കാരും കൂടി നമ്മളെ നാണം കെടുത്തി നമ്മുടെ മെത്രാമാരെ ത്രാണിയില്ലാത്തവരാക്കി മാറ്റി. ഇനി ദൈവം കരുണ കാണിക്കും. നമ്മൾ ആരും ദൈവസന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കാനാ. ലത്തീൻ സഭയിലുള്ളവരും മറ്റ് സഭയിലുള്ളവരൊക്കെ സീറോ മലബാർകാരെ വല്യേട്ടൻ ഭാവമുള്ളവർ എന്ന് കളിയാക്കിയിരുന്നു. ഇപ്പൊ വല്യേട്ടൻ ഭാവം പോയിട്ട് കുഞ്ഞാട്ടം പോലും അല്ല. വല്യേട്ടൻ ഭാവമൊക്കെ പോയി. കാരണം അത്രയും നാണം കെട്ട് കഴിഞ്ഞു നമ്മള്. അപ്പൊ നമ്മളെ നാണം കെടുത്താനായിട്ട് ഈ വിമത വൈദികരെയും ആത്മായ മുന്നേറ്റക്കാരെയും ദൈവം കരുവാക്കി. ഇസ്രായേൽക്കാരെ നാണം കെടുത്താൻ അസീറിയക്കാരെയും ബാബിലോണിയക്കാരെയും പേർഷ്യക്കാരെയൊക്കെ ദൈവം കരുവാക്കിയില്ലേ? അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ശരിക്കും നാണം കെട്ടു. ഈ ലേഖന ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കുക. ആരും ദൈവസന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കാൻ അത്ര വലിയ മേന്മയുള്ളവരൊന്നല്ല വിളിച്ചിരിക്കുക. ദൈവം അത്ര മേന്മയുള്ളവരല്ല വിളിച്ചത്, പാപികളൊക്കെയാണ് വിളിച്ചത്. അത്ര കഴിവുള്ളവരൊന്നും അല്ല. ആ കഴിവില്ലായ്മയുടെ അങ്ങേയറ്റം ത്രാണിയില്ലാത്തവരാക്കി മാറ്റിയതിന്റെ ആ നെല്ലിപ്പലക നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും പ്രത്യാശ കൈവിടരുത്. കാരണം എന്താ? പിതാവ് പുത്രനോടും പരിശുദ്ധാത്മാവോടും പറയാണ്, നിങ്ങൾ എന്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ, നിങ്ങൾ എന്റെ ജനത്തെ ആശ്വസിപ്പിക്കുവിൻ, സാന്ത്വനപ്പെടുത്തുവിൻ. ദൈവത്തിന്റെ തീരാകാരുണ്യം നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ക്രിസ്മസ്. നമുക്ക് ആ ക്രിസ്മസിന് ഒരുങ്ങാം. അതാണ് മംഗളവാർത്ത. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.